നമസ്കാരം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM നിൽക്കുന്നത്. അപ്പോൾ CPMൽ പകരം മന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച വരെ ആലോചനയിലാണിപ്പോൾ. ആ പരിഗണനയിൽ നിൽക്കുന്നത് സച്ചിൻ ദേവ്, കെ ശാന്തകുമാരി, OR കേളു എന്നിവർ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ഇതിൽ യുവമുഖമായ സച്ചിൻ ദേവിന് മുൻതൂക്കമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മേയറുടെ ഭർത്താവുമാണ്. KSRTC ബസ്സിൽ കടന്ന് വിക്രിയകൾ കാണിച്ച MLA. ഇതിനൊപ്പം M മുകേഷിനെയും പരിഗണിക്കുന്നുണ്ട്. രണ്ടും കൊള്ളാം. കൊല്ലത്തുകാർക്ക് വേണ്ടാത്ത ഒരു MLA. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായ മുകേഷിന് പാർട്ടി 50% ജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇനി സച്ചിൻ ദേവിലേക്കും ശാന്തകുമാരിയിലേക്കും കേളുവിലേക്കുമാണ് ചർച്ചകൾ എത്തുന്നത്. പിണറായി വിജയൻ്റെ മനസ്സാകും ഇവരിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നതിൽ നിർണായകമാവുക. എല്ലാം പിണറായിയാണല്ലോ. പിണറായി കേന്ദ്രീകൃതമാണ്. SFIയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നാണ് CPM ചിന്ത. വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ കോങ്ങാട് MLA ആയ ശാന്തകുമാരിയിലൂടെ കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട്. മുതിർന്ന നേതാവെന്ന പരിഗണനയിലാണ് മാനന്തവാടി MLA കേളുവിനെയും ചർച്ചകളിൽ സജീവമാക്കുന്നത്. വയനാട്ടിൽ നിന്നും മന്ത്രിയില്ലെന്നതും കേളുവിന് അനുകൂല ഘടകമാണ്. വയനാട്ടിൽ CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതും കേളുവിന് തുണയായി മാറിയേക്കാം. ഇതിനൊപ്പം ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ CPM മത്സരിപ്പിക്കും എന്നും സൂചനയുണ്ട്. അത് AK ബാലനടക്കം ഈ സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ചേലക്കരയിൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചാൽ കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കാൻ മന്ത്രി കാർഡ് അടക്കം പുറത്തിറക്കാൻ ഇതിലൂടെ കഴിയും. ചേലക്കരയ്ക്കൊപ്പം മട്ടന്നൂരിലും CPM ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. CPMൻ്റെ വലിയ മനക്കോട്ടയാണ്. വടകരയിൽ ശൈലജ ജയിക്കുമെന്ന് തന്നെയാണ് CPMൻ്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് CPM കടക്കൂ.